إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പുറകിലിരിക്കുന്ന ആളുകളൊന്ന് സ്വപ്പ് പൂർത്തീകരിച്ചിരിക്കുക, സ്വപ്പിലേക്ക് ഇരിക്കുക. നമ്മൾ ജുമാക്ക് വന്നതല്ലേ, സ്വപ്പുകൾക്കിടയിൽ വിടവുണ്ടാവാൻ പാടില്ല. ആരോഗ്യപരമായി പ്രശ്നമില്ലാത്ത എല്ലാവരും മുന്നിലേക്ക് കയറിയിരിക്കുക. നമ്മളൊരു പ്രധാനപ്പെട്ട ഇബാദത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ആ ഒരു ഗൗരവം നമ്മൾ കാണണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. വേനലവധിക്ക് ശേഷം നമ്മുടെ മക്കൾ വീണ്ടും വിദ്യാലയങ്ങളിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുകയാണ്. വിജ്ഞാനത്തിന്റെ പുതിയ ഒരു വസന്തകാലത്തിന് തുടക്കമാവുകയാണ്. അറിവ് നേടുക എന്നത് കേവലം ഒരു ലൗകികമായ ആവശ്യം മാത്രമല്ല, മറിച്ച് അതൊരു വലിയ ഇബാദത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിക്കപ്പെട്ട സൂക്തം നമുക്കറിയാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ച തന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുവാനും പഠിക്കുവാനുമുള്ള കൽപ്പനയാണ് ആദ്യമായിട്ട് അവതരിക്കപ്പെട്ടത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ അലഖിന്റെ ഈ തഫ്സീറിൽ പറയുന്നത്, വിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് കൽപ്പിച്ചത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമസ്കരിക്കാനല്ല ആദ്യം കൽപ്പിച്ചത്, നോമ്പനുഷ്ഠിക്കാനല്ല ആദ്യം കൽപ്പിച്ചത്, മറിച്ച് വായിക്കാനുള്ള കൽപ്പനയാണ് ആദ്യമായിട്ട് വന്നത്. എന്തുകൊണ്ട്? അറിവില്ലാതെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ജീവനുണ്ടാവുകയില്ല. അറിവാണ് എല്ലാ ഇബാദത്തുകളുടെയും ജീവൻ എന്നതാണ്. അവ്വലു നിഅമത്തിൻ അൻഅമ അല്ലാഹു ബിഹാ അലാ ഹാദൽ ഇൻസാനി ബഅദ ഖൽഖിഹി അൻ അല്ലമഹു. മനുഷ്യനെ സൃഷ്ടിച്ചതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല അവന് നൽകിയ ഒന്നാമത്തെ നിഅമത്ത് ഇൽമ, അറിവ് നൽകലാണ്. ഫദല്ല ഹാദാ അലാ അന്നൽ ഇൽമ ഹുവ അശ്റഫു സിഫാത്ത് വഅന്ന അർറഗ്ബത ഫീഹി ഔലാ അന്നശാതാത്ത്. വിജ്ഞാനമാണ് ഏറ്റവും മഹത്തായ ഗുണമെന്നും അത് നേടിയെടുക്കുവാനുള്ള ആഗ്രഹമാണ് ഏറ്റവും ഉത്തമമായ പ്രവർത്തനമെന്നും ഇത് തെളിയിക്കുന്നുവെന്നതാണ്. ഇൽമ നേടുക, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമീൻ. എല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ് ഇൽമ നേടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹാജത്തുൻ നാസി ഇലൽ ഇൽമി അശദ്ദു മിൻ ഹാജതിഹിം ഇല ത്വആമി വശറാബ്. മനുഷ്യന് ഭക്ഷണത്തോട് പാനീയത്തോടുള്ള ആവശ്യത്തെക്കാൾ വലുതാണ് അറിവിനോടുള്ള ആവശ്യം.
നമ്മൾ വെള്ളവും ഭക്ഷണവും കഴിക്കുന്നതിനേക്കാളും നമുക്ക് അത്യാവശ്യമായ വിഷയമാണ് ഇൽമ് എന്നത്. കാരണം لأن الطعام والشراب يحتاج إليه في اليوم مرة أو مرتين. ഭക്ഷണവും പാനീയവും എന്നതൊക്കെ ഒരു ദിവസം ഒന്നോ രണ്ടോ തവണ നമുക്ക് ആവശ്യമായി വരുന്നുള്ളൂ. وحاجته إلى العلم بعدد أنفاسه. പക്ഷേ ഇൽമിലേക്കുള്ള മനുഷ്യന്റെ ആവശ്യമെന്നത് അവന്റെ ഓരോ ശ്വാസത്തിലും അത് ആവശ്യമാണ് എന്നതാണ്. അള്ളാന്റെ കൽപ്പനയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ഇൽമ് നേടണം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തു മുഹമ്മദിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഫഅലം, നിങ്ങൾ ഇൽമ് നേടണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാമതായി നിങ്ങൾ നേടേണ്ട ഇൽമ് അത് തൗഹീദിന്റെ ഇൽമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള ഇൽമാണ്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഒരു അധ്യായത്തിന് പേര് നൽകിയത് തന്നെ അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ എന്നാണ്. പറയുന്നതിന്റെയും പ്രവർത്തിക്കുന്നതിന്റെയും മുമ്പ് ഇൽമ് നേടുക. ലിഖൗലില്ലാഹി തആല, എന്നിട്ട് അദ്ദേഹം തെളിവായി കൊടുക്കുന്ന വചനം ഇതാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫബദഅ ബിൽ ഇൽം. അപ്പൊ അല്ലാഹുവെ ആരാധിക്കണമെങ്കിൽ ആദ്യം അല്ലാഹുവിനെ അറിയണം. ആദ്യമായി മനുഷ്യന് ആവശ്യമുള്ളത് ഇൽമാണ് എന്നതാണ്. ആ ഇൽമ് മനുഷ്യന് സ്വായത്തമാക്കുന്നതിലൂടെ അനേകം പദവികൾ അവൻ ഉയർച്ചയിലേക്ക് എത്തുന്നു എന്നതാണ്. ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി വിജ്ഞാനം കരഗതമാകുമ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതനാവുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മുജാദിലയിലെ 11ാമത്തെ വചനത്തിൽ അല്ലാഹു അത് ഉണർത്തി, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് ഈമാനുള്ള ആളുകളെ, ഇൽമ് നേടിയ ആളുകളെ, ഒരുപാട് പദവികൾ, ധാരാളം പദവികൾ അല്ലാഹു സുബ്ഹാനഹു തആല ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നത്. നോക്ക്, നിങ്ങൾ ബദർ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട മുശ്രിക്കുകളിൽപ്പെട്ട എഴുത്തും വായനയും അറിയുന്ന ആളുകൾ, ബദർ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട മുശ്രിക്കുകളിൽപ്പെട്ട എഴുത്തും വായനയും അറിയാവുന്നവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മോചനദ്രവ്യം ആവശ്യപ്പെട്ടത് മദീനയിലെ 10 മുസ്ലിം കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നതായിരുന്നു. യുദ്ധമുഖത്ത് പോലും വിദ്യാഭ്യാസത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം ഇതിലപ്പുറം ഇനി നമ്മൾ എന്തു മനസ്സിലാക്കണം? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 രൂപത്തിൽ ചിന്തിക്കുന്നു. ഒന്ന് മതവിദ്യാഭ്യാസം എന്നത്, മറ്റത് ഭൗതിക വിദ്യാഭ്യാസം എന്നത്. ഇസ്ലാം ഭൗതിക വിദ്യാഭ്യാസം എന്നതും ആത്മീയ വിദ്യാഭ്യാസം എന്നതും അറിവുകളെ വേർതിരിച്ചു കാണുന്നില്ല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ലൗകികമായ അറിവുകൾ ഈ ദുനിയാവിലെ ജീവിതം സുഗമമാകുമ്പോൾ മതപഠനം, മതവിദ്യാഭ്യാസം എന്നത് പരലോക ജീവിതം പ്രകാശപൂരിതമാകുന്നു. ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ മനുഷ്യൻ എത്തിപ്പെടേണ്ടത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിച്ച് റബ്ബിന് കീഴ്പ്പെടുന്നതിലേക്കാണ് അവൻ എത്തിപ്പെടേണ്ടത്. ഇരു കണ്ണുമുണ്ടാകുമ്പോഴാണ്, 2 കണ്ണ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ കാഴ്ച പൂർണ്ണമാകുന്നത്. അതുപോലെ ഭൗതിക വിജ്ഞാനത്തോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസം കൂടുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണനായ മനുഷ്യനായി മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ദുആ ചെയ്യാൻ പറഞ്ഞത് ഇരു ലോകത്തെയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ. സൂറത്തുൽ ബഖറയിൽ ആ പ്രാർത്ഥന അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബേ, ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് തരണേ, ആഖിറത്തിലും ഞങ്ങൾക്ക് ഹസനത്ത് തരണേ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നു, ഫജമഅത് ഹാദിഹി ദഅവതു കുല്ല ഖൈരിൻ ഫിദ്ദുനിയ വസറഫത് കുല്ല ശർരിൻ. ഈ പ്രാർത്ഥന ദുനിയാവിലെ എല്ലാ നന്മകളെയും ഒരുമിച്ച് കൂട്ടുകയും എല്ലാ തിന്മകളെയും തടയുകയും ചെയ്യുന്നുവെന്നതാണ്. ഈ ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യം, അതുപോലെ തന്നെ സമ്പത്ത്, വീട്, ഉപജീവനം എന്നിവയോടൊപ്പം തന്നെ അൽ ഇൽമുൻ നാഫിഅ്, ഉപകാരപ്രദമായ അറിവ് കൂടിയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതായത് ഭൗതിക ലോകത്ത്
അന്തസ്സായി ജീവിക്കുവാനുള്ള വിജ്ഞാനവും അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ മതപഠനമില്ലാത്ത, മതം പഠിക്കാത്ത കേവല ഭൗതിക വിദ്യാഭ്യാസം എന്നത് നിയന്ത്രണമില്ലാത്ത വാഹനത്തെ പോലെയാണ്. ഏത് നിമിഷവും ഏത് അപകടത്തിലേക്കും അത് ചെന്നെത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഭൗതിക വിദ്യാഭ്യാസ വിഷയത്തിൽ അദ്ദേഹം കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി അദ്ദേഹം പറയുന്നത്, ലാ അഅലമു ഇൽമൻ ബഅദൽ ഹലാലി വൽ ഹറാമി അൻബല മിന ത്വിബ്. അദ്ദേഹം പറയുന്നു, ഹലാലും ഹറാമും പഠിക്കുന്ന ദീനി വിജ്ഞാനം കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിനാണ്, മെഡിക്കൽ സയൻസിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും ഒരു വ്യക്തി കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന മേഖല അതാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഒരു പക്ഷിക്ക് ആകാശത്ത് ഉയർന്നു പറക്കണമെങ്കിൽ രണ്ട് ചിറകുകളും ഒരുപോലെ ശക്തമായിരിക്കണം. ഒരു ചിറക് മാത്രമായി കഴിഞ്ഞാൽ അതിന് പറക്കാൻ കഴിയില്ല, അത് നിലത്ത് വീണുപോകും. നമ്മുടെ മക്കളുടെ ജീവിതമാകുന്ന പക്ഷിയുടെ രണ്ട് ചിറകുകളാണ് ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും. സ്കൂൾ പഠനമാകുന്ന അല്ലെങ്കിൽ ഭൗതിക പഠനമാകുന്ന ഒരു ചിറക് മാത്രം വളരുകയും ദീനി പഠനം, മദ്രസ പഠനം, അതല്ലെങ്കിൽ ധാർമ്മികമായ പഠനമെന്ന മറ്റേ ചിറക് തളർന്നു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ദുനിയാവിന്റെ പ്രലോഭനങ്ങളിൽ അവൻ പെട്ടുകൊണ്ട് തകർന്നടിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇരു ലോകത്തും അവർക്ക് ഉയരങ്ങളിലേക്ക് പറക്കണമെങ്കിൽ രണ്ട് അറിവുകളും വളരെ പരമപ്രധാനം തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് ദീനി വിദ്യാഭ്യാസം നൽകുക എന്നത് മാതാപിതാക്കളുടെ നിർബന്ധ ബാധ്യതയാണ്. കാരണം ഒരു മകൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് കൃത്യമായി റബ്ബിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ, റബ്ബിനെ ഭയപ്പെടാൻ അവന് ഇൽമ് അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. കൃത്യമായി ഇൽമ് നേടിയ ആളുകളാണ് യഥാവിധം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ യഥാവിധം ഭയപ്പെടാൻ സാധിക്കണമെങ്കിൽ ഇൽമ് നേടണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് അത് നൽകുക എന്നത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, കുല്ലമാ കാനത്തിൽ മഅരിഫതു ബിഹി അതമ്മ വൽ ഇൽമു ബിഹി അക്മല കാനത്തിൽ ഖശിയതു ലഹു അഅളമ വഅക്തർ. അല്ലാഹുവെ കുറിച്ചുള്ള ഇൽമ്, ജ്ഞാനം എത്രത്തോളം പൂർണ്ണവും സമ്പൂർണവുമാകുന്നുവോ അത്രത്തോളം അല്ലാഹുവോടുള്ള ഭയവും ആദരവും മനുഷ്യരിൽ വലുതും അധികരിച്ചു കൊണ്ടിരിക്കുമെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാകണം, ആ നിലക്ക് വളർന്നു വരുന്നവരാകണം. നമ്മൾ കാണാത്ത ഇടങ്ങളിലും തിന്മകളിൽ നിന്ന് സ്വന്തമായി മാറി നിൽക്കാൻ നാം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് പകർന്നു നൽകണം. അത് മതവിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇന്ന് പലപ്പോഴും നമ്മുടെ നാട്ടിലെ മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, അതല്ലെങ്കിൽ മദ്രസകൾ കേവലം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാത്രമല്ല നമ്മൾ അവയെ കാണേണ്ടത്. ഒരു നന്മയുള്ള തലമുറയെ വാർത്തെടുക്കുന്ന കളരികളാണ് യഥാർത്ഥത്തിൽ മദ്രസകളിൽ നിന്ന് കുട്ടി പഠിക്കുന്നത്, അള്ളാഹുവിനെയും റസൂലിനെയും തിരിച്ചറിയുവാൻ. പക്ഷേ പലപ്പോഴും 7ാം ക്ലാസ് 8ാം ക്ലാസ് ആകുമ്പോഴേക്ക് അത് അവസാനിപ്പിച്ചു. ധാർമ്മിക വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ അവിടെ മുതലാണ് തുടങ്ങേണ്ടത്. ആ സമയമാകുമ്പോഴേക്കും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും ധാർമ്മിക പഠനം അവസാനിപ്പിച്ചു. എന്നേക്കുമായി ജീവിക്കേണ്ട അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ദീന് പഠിപ്പിക്കുന്ന ആ ഒരു പ്രായത്തിൽ നമ്മളത് പലപ്പോഴും അവസാനിപ്പിക്കുകയാണ്. ആ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ ധാർമ്മിക വിദ്യാഭ്യാസം അവർക്ക് നൽകേണ്ടത്. ഇന്ന് അവർക്ക് ചുറ്റും അവരെ തിന്മകളിലേക്ക് വലിച്ചേക്കാനുള്ള ധാരാളക്കണക്കിന് മാഫിയകൾ അവരെ വലവിരിച്ച് കാത്തിരിക്കുമ്പോൾ അതിലേക്ക് പോകാതെ സ്വയം പിടിച്ചു നിൽക്കാൻ ആരുടെയും നിയന്ത്രണമില്ലാതെ, മാതാപിതാക്കളുടെ, കുടുംബങ്ങളുടെ, സമൂഹത്തിന്റെ നിയന്ത്രണമില്ലാതെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത്
അവർക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുവെ കുറിച്ചുള്ള കൃത്യമായ ജ്ഞാനം അവർക്ക് നൽകണം. അത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. കേവലം 5ാം ക്ലാസ് വരെയോ 6ാം ക്ലാസ് വരെയോ മദ്രസ പഠനം നൽകി ഞാൻ എന്റെ മക്കൾക്ക് ദീന് കൊടുത്തിട്ടുണ്ട് എന്ന് സായുജ്യമടയാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. അതുമുതലാണ് യഥാർത്ഥത്തിൽ ദീനി പഠനം ആരംഭിക്കേണ്ടത്. ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഖൈർ നൽകിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അവനിലുള്ള അടയാളം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ അഗാധമായ ജ്ഞാനം അവന് നൽകുമെന്നാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ചെറുപ്പത്തിൽ അദ്ദേഹത്തെ ദീനി പഠനത്തിന് വേണ്ടി പുറപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ ഉമ്മ നൽകിയ വിഖ്യാതമായ ഒരു ഉപദേശമുണ്ട്. ഇദ്ഹബ് ഇലാ റബീഅ ഫതഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി, മോനെ നീ ഉസ്താദിന്റെ അടുക്കലേക്ക് ചെന്ന് അദ്ദേഹത്തിൽ നിന്ന് ഇൽമ് പഠിക്കുന്നതിന് അദ്ദേഹത്തിന്റെ അദബ് നീ സ്വായത്തമാക്കണം. അദ്ദേഹത്തിന്റെ സൽസ്വഭാവം, അദ്ദേഹത്തിന്റെ അച്ചടക്കം, അദ്ദേഹത്തിൽ നിന്നുള്ള അദബ്, അത് ഇൽമ് പഠിക്കുന്നതിന്റെ മുമ്പ് നീ പഠിച്ചിരിക്കണമെന്ന് ഉമ്മ അദ്ദേഹത്തെ ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കളാകുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ് കൃത്യമായി മക്കൾക്ക് അത് നൽകാൻ നമുക്ക് കഴിയുന്നുണ്ട്. മക്കളുടെ പഠനത്തിന് ആവശ്യമായ പുസ്തകങ്ങൾ, കുട, വസ്ത്രം, നല്ല അന്തരീക്ഷം തുടങ്ങി എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ചെലവഴിക്കലാണ്. എന്നാൽ അതിനേക്കാളേറെ അവർക്ക് നമ്മുടെ മനസ്സിൽ ശ്രദ്ധ വരേണ്ട വിഷയം നല്ല അച്ചടക്കവും ദീനീബോധവും അതിനനുസരിച്ചുള്ള ഒരു അന്തരീക്ഷമാണ് അവരുടെ പഠനത്തിനുള്ളത് എന്നത് ഉറപ്പുവരുത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹ്ലിൻ അഫ്ള മിൻ അദബിൻ ഹസനിൻ, ഒരു പിതാവിന് തന്റെ മകന് നൽകാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ സമ്മാനമെന്നത് നല്ല അച്ചടക്കമാണ്. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ദീനി സംസ്കാരം നമ്മുടെ മക്കൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മൾ പോറ്റി വളർത്തിയ ഈ മക്കൾ നാളെ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു രംഗം വരാനുണ്ട്. റബ്ബനാ അരിനല്ലദൈനി അദല്ലാന മിനൽ ജിന്നി വൽ ഇൻസി നജഅലുഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. റബ്ബേ, എന്റെ ഉമ്മയെയും ഉപ്പയെയും നീ വിട്ടുക. നജഅലുഹുമാ തഹ്ത അഖ്ദാമിനാ, ഞങ്ങളുടെ പാദങ്ങൾക്കടിയിലിട്ട് ഞങ്ങൾ അവരെ ചവിട്ടിയരക്കട്ടെ എന്ന് പോറ്റി വളർത്തിയ, തങ്ങളുടെ സമ്പത്ത് ചെലവഴിച്ച്, തങ്ങളുടെ സമയം ചെലവഴിച്ചുകൊണ്ട് നമ്മളൊക്കെ എന്തിനാ, അധ്വാനം എന്തിനാ, സമ്പത്ത് എന്തിനാ? മക്കൾക്ക് വേണ്ടി. ദീർഘമായ പ്രവാസം സഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ മക്കൾക്ക് വേണ്ടി. ഇവിടെ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാ? മക്കൾക്ക് വേണ്ടി. എല്ലാം മക്കൾക്ക് നൽകി നമ്മുടെ അധ്വാനത്തിന്റെ വലിയ ഒരു വിഹിതം, നമ്മുടെ സമയത്തിന്റെ വലിയൊരു വിഹിതം നമ്മുടെ മക്കൾക്ക് നൽകിയിട്ട് ആ മക്കൾ നാളെ നമുക്കെതിരെ വരുന്ന ആ ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആർക്കെങ്കിലും അത് സഹിക്കാനാകുമ്പോ എങ്കിൽ മാതാപിതാക്കൾക്കെതിരെ മക്കൾ തിരിയുന്ന ഒരു രംഗം നാളെ പരലോകത്തുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. കൃത്യമായ സംസ്കരണം, ദീനി സംസ്കരണം, പരിശുദ്ധ ഖുർആനിന്റെ പഠനം, ധാർമ്മികമായ പഠനം, അത് ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് മക്കൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ആ ഉമ്മക്കും ഉപ്പക്കുമെതിരെ നാളെ ഈ മക്കൾ സാക്ഷി പറയുന്ന രംഗം വരാനുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ഏത് മേഖലയിലേക്ക് അവർ പഠിക്കാൻ പോകട്ടെ, ദീനി പഠനം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഭൗതിക പഠനം നമുക്ക് ആവശ്യമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ എന്നത് നമുക്ക് വരുമാനമാണ്, ദുനിയാവിലല്ല. ദുനിയാവിൽ വരുമാനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ജോലി, നമ്മുടെ ആരോഗ്യമൊക്കെ ക്ഷയിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാനാവുന്ന തരത്തിൽ നമ്മുടെ മക്കളിൽ നിന്ന് വരുമാനം കിട്ടണമെന്നത് എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറം നാളെ പരലോകത്ത് മക്കളുടെ പരിചരണം, പ്രായമാകുമ്പോൾ മക്കളുടെ പരിചരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മക്കളിൽ നിന്നുള്ള ആ പരിചരണം ലഭിക്കണമെങ്കിൽ, നാളെ ഈ മക്കളുടെ പ്രാർത്ഥന ലഭിക്കണമെങ്കിൽ, ഈ മക്കൾ നാളെ നമുക്ക് വേണ്ടി പാപമോചനത്തിന് തേടണമെങ്കിൽ, സഹോദരങ്ങളെ, അതിന്
പ്രാപ്തമാകുന്ന തരത്തിൽ അവരെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അത് മതവിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാവൂ. ഇന്ന് ഭൗതിക വിദ്യാഭ്യാസ രംഗത്തുള്ള കോമ്പറ്റീഷൻ എത്രമാത്രം ശക്തമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അതെല്ലാം മറികടന്ന് എത്ര മുൻപന്തിയിലേക്ക് എത്തി, എത്ര വലിയ റാങ്ക് ഹോൾഡർ ആണെങ്കിലും ശരി, മതപഠനം അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ പഠനത്തിന് ജീവിതത്തിന് തന്നെ ലക്ഷ്യമില്ല എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. എത്ര വലിയ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയാലും മരണസന്ദർഭത്തിൽ മരണത്തോടുകൂടി അന്ത്യശ്വാസത്തോടുകൂടി ആ സർട്ടിഫിക്കറ്റുകൾക്കൊന്നും ഒരു വിലയുമില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി വിദ്യാലയത്തിലേക്ക് നമ്മുടെ മക്കൾ പോകുമ്പോൾ ഇത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കൃത്യമായൊരു ടൈം ടേബിൾ നമ്മൾ അവർക്ക് നിശ്ചയിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവരുടെ ഉറക്കത്തിനും അവരുടെ കളിക്കും അവരുടെ പഠനത്തിനും കൃത്യമായ ടൈം ടേബിൾ നിശ്ചയിച്ച് ഒരു കൃത്യമായ ചിട്ടയോടുകൂടി തന്നെയായിരിക്കണം അവർ അവരുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. അതുപോലെ തന്നെ ഡിജിറ്റൽ നിയന്ത്രണം ഉണ്ടായിരിക്കണം. മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റില്ല. അത് അവർക്ക് പഠിക്കാനുള്ള ഒരു ടൂള് കൂടിയാണ്. അത് കൃത്യമായ നിയന്ത്രണം, അവിടെയും അതിന്റെ ധാർമ്മികതയും അധാർമികതയും വ്യവച്ഛേദിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അവരെന്ത് കാണുന്നു, അവരെന്തിനാണ് ഇടപെടുന്നത്, അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, കൃത്യമായ തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അവരുടെ വിഷയത്തിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ തന്നെ ആ മക്കൾ കൃത്യമായി വിദ്യാലയങ്ങളിൽ പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ, അധ്യാപകരുമായി നിരന്തരം ബന്ധപ്പെടാൻ, മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പാവപ്പെട്ട കുട്ടികൾ നമ്മുടെ കൂടെയുണ്ടാവും, നമ്മുടെ മക്കളുടെ കൂടെ പഠിക്കുന്നുണ്ടാകും, നമ്മുടെ അയൽപക്കത്തുണ്ടാകും. അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ വസ്ത്രങ്ങളും ബാഗുകളുമായി അതല്ലെങ്കിൽ പഠനോപകരണങ്ങളുമായി നമ്മുടെ മക്കൾ സന്തോഷിക്കുമ്പോൾ പഠന ചെലവുകൾക്ക് വകയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അയൽപക്കത്തെ പാവപ്പെട്ട കുട്ടിക്ക് പുസ്തകമോ കുടയോ വാങ്ങി നൽകാൻ നമ്മൾ മുന്നോട്ട് വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരാൾ തന്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അല്ലാഹു സുബ്ഹാനഹു തആല അവനെയും സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അപ്പൊ ഏതൊരു വിത്തും നല്ല മണ്ണിൽ പാകിയാലേ നല്ല വൃക്ഷമായി വളരൂ. അതുകൊണ്ട് നമ്മുടെ മക്കളാകുന്ന വിത്തുകൾ നല്ല സ്വഭാവമുള്ളവരായി വളരാൻ കുടുംബമാകുന്ന മണ്ണ് നന്നാവേണ്ടതുണ്ട്. മാതാപിതാക്കളാണ് അവരുടെ റോൾ മോഡൽ. കൃത്യമായി മാതാപിതാക്കൾ അവരുടെ വാക്ക്, അവരുടെ പ്രവർത്തനം, അവരുടെ സമീപനം ഇത് കണ്ട് കേട്ടിട്ടാണ് നമ്മുടെ മക്കൾ വീട്ടിൽ വളരുന്നത്. പലപ്പോഴും അവരുടെ വിഷയത്തിൽ നമ്മൾ അശ്രദ്ധരായി പല പദപ്രയോഗങ്ങൾ, പല നിലക്കുള്ള സമീപനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതാണ് നമ്മളിൽ നിന്ന് മക്കൾ പഠിക്കുന്നതും പകർത്തുന്നതും. കൃത്യമായി ഹയ്യാല സ്വലാ എന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ ജമാഅത്തിന് എത്തുന്നുണ്ടോ ഇല്ലേ എന്നത് മക്കൾ വീക്ഷിക്കുന്നുണ്ട്. നമ്മളെത്താതെ മക്കളോട് അത് കൽപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മക്കളുടെ മുന്നിൽ നമ്മൾ ഒന്നാമതായി മാതൃകയാവുക. രണ്ടാമത് മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. തീർച്ചയായിട്ടും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കും. ആ നിലക്ക് മക്കളെ ഉത്തരവാദിത്വത്തോടു കൂടി സ്വാലിഹീങ്ങളായ മക്കളാക്കി വളർത്താനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബലിപെരുന്നാളിന്റെ സുദിനങ്ങളിലാണ് നമ്മളുള്ളത്. അയ്യാമുത്ത ശരീഅത്തിന്റെ ദിവസങ്ങളിലാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ഭക്ഷിക്കുവാനും കുടിക്കുവാനും റബ്ബിന് തക്ബീർ നിർവഹിക്കുവാനും തഹ്മീദ് നിർവഹിക്കുവാനുമുള്ള ദിവസങ്ങളാണിവ എന്ന് പ്രത്യേകം പഠിപ്പിക്കുകയുണ്ടായി. ആ നിലക്ക് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ആഘോഷങ്ങൾ പരിധി വിടാതെ ആഘോഷിക്കുവാനും റബ്ബിന് ശുക്ർ കാണിക്കുവാനും നമ്മൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുക. ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോഴും നമുക്കറിയാം, ഒരു ഭാഗത്ത് നമ്മുടെ സമുദായത്തെ മതവിശ്വാസത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ വേണ്ടി ലിബറലിസവും മോഡേണിറ്റിയുമൊക്കെ അരയും തലയും മുറുക്കി സർവസജ്ജമായി നിൽക്കുന്ന ഒരവസ്ഥ ഒരു ഭാഗത്തും, മറുഭാഗത്ത് ഇസ്ലാമിന് നേരെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ, ഇസ്ലാം എന്നത് ഭീകരവാദത്തിന്റെയും പെൺവിരുദ്ധതയുടെയും പിന്തിരിപ്പൻ ആശയമായി നിരന്തരമായി പരിചയപ്പെടുത്തുന്ന പ്രചണ്ഡമായ അജണ്ടകൾ നമുക്ക് കാണാം. ഇവിടെ പക്വമായ രീതിയിൽ തിരിച്ചു ചോദിക്കുവാനുള്ള ഒരു ആർജവത്തിലേക്ക് മുസ്ലിം സമുദായം വൈജ്ഞാനികമായും ബൗദ്ധികമായും ഉയർന്നു വരണമെന്നത് കാലഘട്ടത്തിന്റെ തേട്ടമാണ്. ഉദാഹരണമായി, ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ബലികർമ്മത്തെ വിമർശിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നു. രക്തം കണ്ടാൽ സന്തോഷിക്കുന്ന ദൈവമാണോ എന്ന് ചോദിച്ചവർക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ബലിമൃഗത്തിന്റെ രക്തമോ മാംസമോ അല്ല അല്ലാഹുവിലേക്ക് എത്തുന്നത്. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് അല്ലാഹുവിലേക്ക് എത്തുന്നത് എന്നതാണ്. ഇവിടെ കഴിഞ്ഞ ഈദുൽ ഫിത്തറിൽ ലക്ഷക്കണക്കിന് കിലോ അരിയാണ് മുസ്ലിം സമുദായം ദാനമായിട്ട് നൽകിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കെല്ലാം കയ്യും മെയ്യും മറന്ന് ചേർന്ന് നിൽക്കുന്നവരാണ് വിശ്വാസികൾ. ബലിപെരുന്നാളിന്, ഹജ്ജിന് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്ന നന്മകളാണ് ബാക്കിയാവുന്നത്. എന്നാൽ തിരിച്ചൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ദേവാലയങ്ങളിൽ ആയിരക്കണക്കിന് രൂപ ഭണ്ഡാരപ്പെട്ടികളിൽ നിക്ഷേപിക്കുന്നുണ്ട്. ദേവാലയങ്ങളുടെ സമുദ്ധാരണത്തിനോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കാതെ അവ നിധി പോലെ സൂക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, കോടിക്കണക്കിന് രൂപയാണ് പൊതു ഖജനാവിൽ നിന്ന് അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി അങ്ങോട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മൃഗബലിയായ നേപ്പാളിലെ ഗതിമയ ഉത്സവത്തിൽ 2009 5 ലക്ഷത്തിലധികം എരുമകളും ആടുകളും കോഴികളും മറ്റു മൃഗങ്ങൾ എന്നിവയെ ബലി ചെയ്തതായി കണക്കാക്കപ്പെടുമ്പോൾ അവിടെ മാംസദാനം നടക്കുന്നില്ല, അവ ചീഞ്ഞളിഞ്ഞ് അഴുകിപ്പോകുന്നുവെന്നതല്ലാതെ. മധ്യപ്രദേശിലെ അനുപൂർ ജില്ലയിൽ നർമ്മദ നദിയിൽ മതപരമായ ചടങ്ങിന്റെ ഭാഗമായി 11,000 ലിറ്റർ പാലാണ് ഒഴുക്കി വിട്ടിട്ടുള്ളത്. അതിനോടൊന്നുമില്ലാത്ത അരിശം, അസ്വസ്ഥത നിലനിർത്തുന്ന വ്യക്തികളോട് ഇരട്ടത്താപ്പിന്റെ മതവിദ്വേഷത്തിന്റെ കാരണത്തെക്കുറിച്ച് പക്വമായി കൊണ്ട് മറുചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിമർശനം ഇസ്ലാം എന്നും നേരിട്ടിട്ടുണ്ട്, മുസ്ലിമീങ്ങൾ എന്നും നേരിട്ടിട്ടുണ്ട്, ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആരോപണങ്ങളുടെയും വിമർശനത്തിലൂടെയും തന്നെയാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത്. അവിടെ കൃത്യമായി ഇത് അവസരമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ സത്യതയും അതിന്റെ നീതിയും അതുപോലെ തന്നെ അതിന്റെ നിത്യതയും അതിന്റെ ധാർമ്മികതയും തെളിയിക്കുവാനുള്ള അവസരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അവ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ ഏതെങ്കിലും ഒന്ന് ബലി പഠിപ്പിച്ചപ്പോൾ അതെങ്ങനെ നിർവഹിക്കണം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാമിലെ ഓരോ മേഖലകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നത് തെറ്റാണ്, അത് ശരിയാകില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒന്നിനെക്കുറിച്ചും സാധ്യമല്ലാത്ത രൂപത്തിൽ, അതും 1500 കൊല്ലം മുമ്പ് അന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ ഇറക്കപ്പെട്ടത് ഇന്നും അതിന്റെ നിത്യതയോടുകൂടി അല്ല ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കുന്നത്, അത് 100% തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ നിലക്ക് ഈ കാര്യങ്ങളെ കൂടുതൽ പഠിക്കുവാനും ആ നിലക്ക് നമ്മൾ ഉൾക്കൊള്ളുവാനും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ മറുപടി കൊടുക്കേണ്ടടുത്ത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർജവത്തോടുകൂടി പക്വമായി ഇസ്ലാമിലേക്ക് അവരെ കൊണ്ടുവരാവുന്ന രീതിയിൽ കൃത്യമായ മറുപടി നൽകാനും നമുക്ക് സാധിക്കണം. ആ നിലക്ക് റഹ്മാനായ റബ്ബ്
കൂടുതൽ കൂടുതൽ ഇൽമ് നേടുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ആ ഇൽമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.